ഇപ്പോൾ ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്യുക. നിങ്ങളുടെ കണ്ണുകൾ പതിയെ അടയ്ക്കുക. ഇനി നിങ്ങളുടെ ടെൻഷൻ റിലീസ് ചെയ്യുക. റിലീസ് ടെൻഷൻ. ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുന്നതിലൂടെയാകാം, ഒരു ഡീപ്പ് സൈലൻസ് എടുക്കുന്നതിലൂടെയാകാം. കണ്ണ് തുറക്കുക. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് സെറ്റ് യുവർ ഇൻറ്റൻഷൻ. നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ കാണാൻ പോകുന്നത്? നിങ്ങൾ എന്ത് തരത്തിലുള്ള എനർജിയാണ് ഇവിടേക്ക് കൊണ്ടുവരാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്? ഒരു കാമാകാനായിട്ടുള്ളതാണോ? പോസിറ്റിവിറ്റി കിട്ടാനാണോ? എൻകറേജ്മെൻറ്റ് കിട്ടാനാണോ? ഇതാണ് റിലീസ് ടെൻഷൻ സെറ്റ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചാണ് അവസാനത്തെ വീഡിയോയിൽ സംസാരിച്ചത്. ഹൈ പെർഫോമറായിട്ടുള്ള ആളുകൾ റിലീസ് ടെൻഷൻ സെറ്റ് ഇൻറ്റൻഷൻ, അതാണ് ഹൈ പവർ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കും ഒത്തിരി പെർഫോമേഴ്സ് ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഹൈലി അച്ചീവ് ചെയ്ത ആളുകൾ ഭയങ്കര സ്ട്രെസ്സും ടെൻഷനും വറിയും എല്ലാം ഉള്ളവരായിരിക്കുമെന്ന്. പൊതുവെയുള്ള തെറ്റായ ധാരണയാണ് പണക്കാരായ ആളുകൾക്ക് സമാധാനമില്ല, അവർക്ക് എപ്പോഴും ടെൻഷനാണ്, രോഗമാണെന്നുള്ളതല്ല. പക്ഷേ നാം പറയുന്ന ഹൈ പെർഫോമേഴ്സ് അവർ ഏറ്റവും അധികം സന്തോഷമുള്ളവരായിരിക്കും, ഫാമിലി ലൈഫ് എൻജോയ് ചെയ്യുന്നവരായിരിക്കും, സുഹൃത്തുക്കളുമായി അവർ ഏറ്റവും നന്നായി ഇടപഴകുന്നവരായിരിക്കും. നമ്മൾ ഹൈ പെർഫോമൻസ് സെറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. അവർ ജോലിയിൽ മാത്രമല്ല, പണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ കാര്യത്തിലും സംതൃപ്തിയുടെ കാര്യത്തിലും ഏറ്റവും ഹൈ ആയിട്ടുള്ളവരാണ്. അതാണ് റിലീസ് ടെൻഷൻ. അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ട്, അതിൽ ഫുള്ളി ഇൻവോൾവ് ആകുന്നുണ്ട്. അവർ എപ്പോഴും ടെൻഷനും സ്ട്രെസ്സും ആങ്സൈറ്റിയും എല്ലാം റിലീസ് ചെയ്തുകൊണ്ട് കാം ആൻഡ് ക്വയറ്റായി പോകുന്നവരാണ്. എങ്ങനെയാണ് സാധിക്കുക? അതാണ് ഞാൻ പറഞ്ഞ പ്രാക്ടീസ് മാസ്റ്റർ ട്രാൻസിഷൻസ്. ഓരോ ടാസ്ക് കഴിയുമ്പോഴും നമുക്ക് ടെൻഷൻ റിലീസ് ചെയ്യുവാനും ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യുവാനും സാധിക്കണം. അത് ഇൻറ്റൻഷനലായി ചെയ്യേണ്ട കാര്യമാണ്. ഈ സ്ട്രെസ്സ്, ആങ്സൈറ്റി, നെഗറ്റീവ് തിങ്കിങ് ഇതെല്ലാം വളരെയധികം ഗുരുതരമായിട്ടുള്ള ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത്. ഈ മെൻ്റൽ ആൻഡ് ഇമോഷണൽ ഹെൽത്ത് സ്റ്റേബിൾ അല്ല എങ്കിൽ, നല്ലതല്ല എങ്കിൽ ഫിസിക്കൽ ഹെൽത്ത് വളരെയധികം മോശമാകുമെന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനസിക ആരോഗ്യം തീർച്ചയായും, നമ്മുടെ തോട്ടുകൾ തീർച്ചയായും, നമ്മുടെ ഇമോഷൻസ് എല്ലാം വളരെ പെർഫെക്റ്റായി മാനേജ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. ഇവിടെയാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ എംപതി, മെൻ്റൽ സ്ട്രെങ്ത്, ഇമോഷണൽ സ്റ്റെബിലിറ്റി തുടങ്ങിയ ആശയങ്ങളെല്ലാം വരുന്നത്. വെറുതെ സ്ട്രെസ് അടിച്ചുകൊണ്ട് ടെൻഷൻ അടിച്ച് ആങ്ഷ്യസായി, ഫിയറായി, ഡൗട്ട്ഫുള്ളായി ജീവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഹൈ പെർഫോമർ ആകാൻ സാധിക്കുകയില്ല. സ്ട്രെസ്സ് നമ്മുടെ പെർഫോമൻസ് കുറയ്ക്കുന്നു, പ്രൊഡക്ടിവിറ്റി കുറയ്ക്കുന്നു. അതുപോലെ തന്നെ ടെൻഷനും ആങ്സൈറ്റിയും എല്ലാം നമ്മുടെ സന്തോഷവും സമാധാനവും പ്രൊഡക്ടിവിറ്റിയും എല്ലാം കുറയ്ക്കുകയാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും നാം വീണ്ടും ടെൻഷൻ അടിക്കുകയാണ്, വീണ്ടും സ്ട്രെസ് എടുക്കുകയാണ്, വീണ്ടും ആങ്ഷ്യസ് ആക്കുകയാണ്. ഇതുകൊണ്ട് പോസിറ്റീവായ ഗുണമില്ലാതെ മാത്രമല്ല നെഗറ്റീവായ ഗുണമാണുള്ളത്. ശാരീരികമായി അസുഖങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നിട്ടും നമ്മൾ ടെൻഷനെ വിടാനായിട്ട് സാധിക്കുന്നില്ല. ഒരിക്കൽ നാം കിടപ്പിലായി കഴിയുമ്പോൾ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് തിരിച്ചറിയുന്നത്, ഞാൻ വെറുതെ എന്തിനാണ് ടെൻഷൻ അടിച്ചത്, വെറുതെ എന്തിനാണ് ഇത്രയും ആഹ്ലാദപ്പെട്ടത്. ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ ആളുകൾ. എന്താകും, നാളെ കടം വരുമോ, ജോലി വരുമോ, എൻ്റെ പ്രൊജക്റ്റിൽ ഫെയിലാകുമോ, എന്നെ പറഞ്ഞു വിടുമോ, ഇതെല്ലാമാണ് ചിന്ത. കുറേ ആളുകളുണ്ട് പാസ്റ്റിലാണ് ജീവിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ കുറേ പരാജയങ്ങൾ പറ്റി, തോൽവി പറ്റി, ചിലത് കളിയാക്കി, അതല്ലെങ്കിൽ കടം വന്നു, അതല്ലെങ്കിൽ ആ ജോലിയിൽ അങ്ങനെ സംഭവിച്ചു. ഇങ്ങനെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല. ഹൈ പെർഫോമേഴ്സ് അങ്ങനെയല്ല, അവർ ഇന്നിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് പോകുന്നതാണ്. അതാണ് സെറ്റ് ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെൻഷനെ നമുക്ക് ഇല്ലാതാക്കുവാൻ സാധിക്കണം, സ്ട്രെസ്സിനെ നമുക്ക് മാറ്റി നിർത്തുവാനായിട്ട് സാധിക്കണം. ഇതിനാണ് റിലീസ് മെഡിറ്റേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ശരിയാണ്, തീർച്ചയായും സ്ട്രെസ് ഉണ്ടാകും, തീർച്ചയായും ടെൻഷനും ആങ്സൈറ്റിയും ഫിയറും എല്ലാം ഉണ്ടാകും. പക്ഷേ അപ്രോപ്രിയേറ്റായി റെഗുലർ ഇൻ്റർവെല്ലിൽ അതിനെ റിലീസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമാണ്. നാം ഭക്ഷണം കഴിക്കുന്നുണ്ട്, ശരിയാണ്, ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നുണ്ട്, ഇല്ലേ, നാം ഉറങ്ങുന്നുണ്ട്. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഈ സ്ട്രെസ്സും ടെൻഷനും ആങ്സൈറ്റിയും ഡിപ്രഷനും ഫിയറും എല്ലാം സ്വാഭാവികമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ അതിനെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസത്തിലൂടെ ഹാൻഡിൽ ചെയ്യുന്നവരാണ് ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള ആളുകൾ. അപ്പോൾ ഈ ഹൈ എനർജി ഉണ്ടാക്കാനായിട്ട് മാനസികവും വൈകാരികവും ശാരീരികവുമായിട്ടുള്ള ആരോഗ്യം ആവശ്യമാണ്. അതിൽ മാനസികമായിട്ടുള്ള വൈകാരികമായ ആരോഗ്യത്തിന് ടെൻഷനും സ്ട്രെസ്സും റിലീസ് ചെയ്യാൻ ബ്രത്തിങ് എക്സസൈസിലൂടെ, മെഡിറ്റേഷനിലൂടെ,
അപ്രോപ്രിയേറ്റ് ട്രാൻസിഷൻ ടെക്നിക്കിലൂടെ നമുക്ക് സാധിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾ ചിലപ്പോൾ ഓഫീസിലായിരിക്കാം, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എന്തെങ്കിലും ജോലി ചെയ്യാൻ പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ള ഒരു വീട്ടമ്മ അല്ലെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം, വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ആളായിരിക്കാം. ഇപ്പോൾ ഈ ഏറ്റവും പ്രൊഡക്ടിവിറ്റി കൊണ്ടുവരണമെങ്കിൽ ഈ കാര്യങ്ങൾ തീർച്ചയായും ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇതിന് പറയുന്ന പേര് സെൽഫ് കോച്ചിങ് അല്ലെങ്കിൽ സെൽഫ് തെറാപ്പി എന്ന് പറയും. ഇപ്പോൾ നാം നമ്മെ തന്നെ നോക്കുകയാണ്, ഇടയ്ക്ക് ഇൻ്റർവെല്ലുകളിൽ നമ്മൾ തന്നെ നോക്കി നാം ചിന്തിക്കുകയാണ്, എൻ്റെ ഇപ്പോഴത്തെ എനർജി എന്താണ്, എൻ്റെ ഫീലിംഗ് എന്താണ്, ഞാൻ സ്ട്രെസ് അടിച്ച് ടെൻഷൻ അടിച്ച് ആങ്ഷ്യസ് ആയിരിക്കുന്നത്, അതെയോ എനിക്ക് വേണ്ട പോസിറ്റീവായിട്ടുള്ള ഫീലിംഗ് ആണോ ഇപ്പോൾ ഞാൻ ഫീൽ ചെയ്യുന്നത് അല്ലെങ്കിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഹാപ്പിനെസ്, ജോയ്, അല്ലെങ്കിൽ എന്തൂസിയാസം, കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം അതാണോ എന്നുള്ളത് സെൽഫായിട്ട് ചെക്ക് ചെയ്ത് മോണിറ്റർ ചെയ്യുന്നതാണ് സെൽഫ് കോച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ സൈക്കോളജിയിൽ ഇതിനെ കൊഗ്നിറ്റീവ് ഡിഫ്യൂഷൻ എന്നെല്ലാം പറയും. പുറത്തുനിന്ന് നോക്കിയ ശേഷം എൻ്റെ സ്ട്രെസ്സിന്, എൻ്റെ ആവലാതിയെ, എൻ്റെ ആങ്സൈറ്റി ഞാൻ റിലീസ് ചെയ്യുകയാണ്, ഡിഫ്യൂസ് ചെയ്യുകയാണ്. അതാണ് സെൽഫ് കോച്ചിങ് അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡിഫ്യൂഷൻ എന്ന് ഞാൻ പറയുന്നത്. ഇതിന് ധാരാളം ടെക്നിക്ക് ആവശ്യമാണ്. ഞാൻ പറഞ്ഞതുപോലെ റിലീസ് മെഡിറ്റേഷൻ ടെക്നിക്ക്, മെഡിറ്റേഷനും മൈൻഡ്ഫുൾനെസ്സും ബ്രത്തിങ് എക്സസൈസും എല്ലാം വളരെയധികം നമ്മെ സഹായിക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ചില കീവേഡ്സ് ആളുകൾ ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ ബ്രിങ് ദ ജോയ്. ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ ചിലപ്പോൾ എഴുതി വയ്ക്കും, ചിലപ്പോൾ അലാമായിട്ട് വെച്ച് അലാം ഓഫ് ചെയ്യുമ്പോൾ തന്നെ ബ്രിങ് ദ ജോയ് എന്ന വാക്ക് വരും. നമ്മുടെ പുസ്തകം തുറക്കുമ്പോൾ, ലാപ്ടോപ്പ് തുറക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ടോയ്ലറ്റിൽ, ബാത്റൂമിൽ നാം കണ്ണാടിയിലെല്ലാം ഇത് എഴുതി വയ്ക്കും. എന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ഈ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് അല്ലെങ്കിൽ ഇൻറ്റൻഷൻസ് അല്ലെങ്കിൽ ഫീലിങ്സ് നമ്മൾ റിമൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാനായിട്ട് സാധിക്കണം. അത് വളരെയധികം ആവശ്യമാണ്. ഞാൻ പറഞ്ഞ ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ആക്ട് അല്ല, അത് കോൺഷ്യസ് ആയി ചെയ്യേണ്ട കാര്യമാണ്. നമുക്കറിയാം ടെൻഷൻ ഉണ്ടാകുമെന്നുള്ളത്. കാരണം ഹൈ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ വളരെ റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ വളരെ മറ്റുള്ളവരൊക്കെ ചെയ്യുന്നതിനേക്കാൾ വളരെയധികം 10 ഇരട്ടിയായിട്ട് ചെയ്യേണ്ട കാര്യമായിരിക്കും. സ്വാഭാവികമായ ടെൻഷനും ആങ്സൈറ്റിയും മിസ്റ്റേക്കും എല്ലാം വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അതുകൊണ്ട് തന്നെ നാം ഇൻറ്റൻഷനലായി ഈ പറയുന്ന പ്രാക്ടീസുകൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഈ ബ്രിങ് ദ ജോയ് എന്ന് പറയുന്ന എക്സസൈസ് ഒരു ബുക്കിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നതായിരിക്കാം, അതല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ എഴുതി വെച്ചിരിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അലാം വെച്ചിട്ട് അലാം നോക്കുമ്പോൾ നാം കാണുന്നതായിരിക്കാം. അപ്പോൾ ഇത് ഇൻറ്റൻഷനലായി നാം ചെയ്യേണ്ട, ഇതിന് പറയുന്ന ട്രിഗേഴ്സ് എന്ന് പറയുന്നത് ഈ ഫ്രീക്വൻ്റായ ഇടവേളയിൽ മനഃപൂർവ്വം നമ്മളെ ഓർമ്മിപ്പിക്കണം. അതിനാണ് സെൽഫ് കോച്ചിങ് എന്നെല്ലാം വീണ്ടും പറഞ്ഞുവല്ലോ. നമ്മെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മെ തന്നെ ചെക്ക് ഇൻ ചെയ്യുകയാണ്. ചിലപ്പോൾ ഓരോ മണിക്കൂർ ഇടവിട്ടായിരിക്കാം, ഒരു ദിവസം 3 പ്രാവശ്യമായിരിക്കാം, അല്ലെങ്കിൽ ഡെയിലി റിഫ്ലക്ഷനിങ്ങോ ജേർണലിങ്ങോ ആയിരിക്കാം. അതിലൂടെ നമ്മെ തന്നെ വിലയിരുത്തുകയാണ്, ഇപ്പോൾ എൻ്റെ ഫീലിംഗ് എന്താണ്, കഴിഞ്ഞ നിമിഷങ്ങളിൽ എൻ്റെ ഫീലിംഗ് എന്തായിരുന്നു, ഇനി അങ്ങോട്ടുള്ള ടാസ്കുകളിൽ എൻ്റെ ഫീലിംഗ് എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ഫീലിംഗ് വരുന്നത്. അങ്ങനെ നിരന്തരമായി ഈ ഹാബിറ്റുകൾ ഫോളോ ചെയ്യുമ്പോഴാണ് യഥാർത്ഥമുള്ള ഹാപ്പിനെസ്സും ജോയും സാറ്റിസ്ഫാക്ഷനും കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഇപ്പോൾ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ, ആങ്സൈറ്റി ഉണ്ടാകുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചും നേരത്തെ പറഞ്ഞല്ലോ. അങ്ങനെ ട്രിഗറിൽ ചിലതാണ് ചിലപ്പോൾ നേച്ചറിലേക്ക് നടക്കുക, ഒന്ന് സൂര്യപ്രകാശം എടുക്കുക, ഒരു ഫ്രണ്ടിനെ വിളിക്കുക, ഒരു ഡെപ്പ് ബ്രെത്തിങ് എടുക്കുക, ഒരു പുസ്തകം വായിക്കുക, ഒന്ന് ഡിസ്ട്രാക്റ്റ് ചെയ്യുക. അതല്ലെങ്കിൽ കാണുന്ന ഒരു കാര്യത്തെ, കേൾക്കുന്ന 2 കാര്യത്തെ, തൊടാൻ പറ്റുന്ന 3 കാര്യത്തെ, മണക്കാൻ പറ്റുന്ന 1 കാര്യത്തെ, ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന 1 കാര്യത്തെ, ഇങ്ങനെ നമുക്ക് 5 പ്രിൻസിപ്പിൾസ് എന്നെല്ലാം പറയും. അങ്ങനെ നമുക്ക് നമ്മുടെ മനസ്സിനെ നിലനിർത്തുവാനായിട്ട് മൈൻഡ്ഫുൾനെസ് കൊണ്ടുവരുവാൻ സാധിക്കും. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഹൈ എനർജി തീർച്ചയായും ആവശ്യമാണ്. ഹൈ എനർജി ഉണ്ടാകണമെങ്കിൽ നല്ല ആരോഗ്യം വേണം. നല്ല ആരോഗ്യമുള്ള ശരീരത്തിന് നല്ല മനസ്സും നല്ല വികാരങ്ങളും ഉണ്ടാകണം. ഇപ്പോൾ ലവ് എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ വികാരമാണ്. ഏറ്റവും നല്ല ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഫീലിംഗ് ആണ് ലവ് എന്ന് പറയുന്നത്. നാം ചെയ്യുന്ന കാര്യങ്ങളെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ കൂടെയുള്ള ആളുകൾ നമുക്ക് സന്തോഷത്തോടെ പെരുമാറാൻ ഇടപെടാനും കഴിയുന്നുണ്ടോ? നമ്മുടെ ഫാമിലിയിൽ നമുക്ക് സന്തോഷം കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞ ഹൈ പെർഫോമർ ആയിട്ടുള്ള ആളുകൾ, ഒട്ടനവധി ആളുകളും അവരുടെ ഫാമിലി ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് ആളുകളായിരുന്നു. ഫാമിലി ലൈഫ് സന്തോഷവും സക്സസ്സും ഹൈ പെർഫോമൻസും കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത്. മാത്രമല്ല ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ആളുകൾ അധികം പേരും സന്തോഷമുള്ളവരായിരുന്നു, ആരോഗ്യമുള്ളവരായിരുന്നു. അവരെ മെൻ്റൽ ആൻഡ് ഇമോഷണൽ വെൽബീയിങ് വളരെ ഹൈ ആയിരുന്നു. അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്താണ് എനർജി. ഈ ആളെ കാണുമ്പോൾ പോസിറ്റീവായിട്ടുള്ള എനർജി എക്സ്യൂം ചെയ്യുന്നുണ്ടോ, വൈബ് ഉണ്ടാകുന്നുണ്ടോ, അത്രയും ചടുലമായ നീക്കങ്ങൾ, ചലനങ്ങൾ ആണോ, മനസ്സ് സന്തോഷമുള്ള കാര്യങ്ങളാണ്, മനസ്സെപ്പോഴും സന്തോഷവും ശാന്തവും ഒപ്പം തന്നെ ടെൻഷൻ ഫ്രീ ആയി സ്ട്രെസ് ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. സംസാരിക്കുമ്പോൾ പോസിറ്റീവ് എനർജിയാണ് റേഡിയേറ്റ് ചെയ്യുന്നത്. ഒരു കോൺഫിഡൻസ്, കറേജ്, പോസിറ്റിവിറ്റി, ഒപ്റ്റിമിസം, വിഷൻ ഇതെല്ലാമാണോ ചെയ്യുന്നത്? തീർച്ചയായും ചിന്തിക്കുക. ഈ ട്രിഗേഴ്സ് നമ്മുടെ ജീവിതത്തിൽ ഇൻറ്റൻഷനലായി നാം ചെയ്യുകയും അങ്ങനെ ജീവിതത്തിൽ ഒരു 10 ഇരട്ടി മാറ്റം കൊണ്ടുവരുവാനും സാധിക്കണം. നാം പറഞ്ഞു വരുന്നത് ഹൈ പെർഫോമൻസിനെ കുറിച്ചാണ്.
എങ്ങനെ ഹൈ പെർഫോമർ ആകാം, 8 ഹൈ പെർഫോമൻസ് ഹാബിറ്റ്സ് ഏതാണെന്നും അതെങ്ങനെയാണെന്നുമാണ് പറയുന്നത്. തീർച്ചയായും ജീവിതത്തിൽ വലിയ മാറ്റം വരട്ടെ. ഓൾ ദ ബെസ്റ്റ്.